കേരളത്തിലെ സുന്നി പ്രസ്ഥാനത്തിന് കീഴിൽ പ്രവർത്തിക്കുന്ന 300 ഇംഗ്ലീഷ് മീഡിയം സ്കൂളുകളുണ്ട്, 50ലധികം ദഅവ കോളേജുകളുണ്ട്, ഒട്ടനവധി ഗ്രാജുവേഷൻ കോളേജുകളുണ്ട്. മർക്കസ് സഖാഫത്ത് സുന്നിയുടെ കീഴിൽ മാത്രമായി 26 സ്കൂളുകൾ, ഗവൺമെന്റ് എയ്ഡഡ് സ്കൂളുകള്, അൺഎയ്ഡഡ് CBSE അഫിലിയേറ്റഡ് സ്കൂളുകള്. മർക്കസിന്റെ ഡയറക്ട് മാനേജ്മെന്റിലാണ് 20,000 വിദ്യാർത്ഥികൾ പഠിക്കുന്നത്. ഈ പ്രസ്ഥാനത്തിന് കീഴിൽ ഈ 300 വരെ സ്കൂളുകളിൽ ആയി 5 ലക്ഷം വിദ്യാർത്ഥികളാണ് പഠിക്കുന്നത്. മർക്കസിന്റെ വളർച്ച അതിരുകൾ ഭേദിച്ച് കർണാടക സംസ്ഥാനത്തിൽ, തമിഴ്നാട്ടിൽ, ആന്ധ്രാപ്രദേശിൽ, മധ്യപ്രദേശിൽ, മഹാരാഷ്ട്രയിൽ, UP-യിലും ബീഹാറിലും ഉത്തരാഖണ്ഡിലും ജാർഖണ്ഡിലും അസാമിലും വെസ്റ്റ് ബംഗാളിലും മണിപ്പൂരിലും മേഘാലയയിലും ഹിമാചൽ പ്രദേശിലും ഹരിയാനയിലും ഗുജറാത്തിലും ജമ്മു ആൻഡ് കശ്മീരിലും ഓൾമോസ്റ്റ് ഓൾ ദി സ്റ്റേറ്റ്സ് ഓഫ് ഇന്ത്യ, എല്ലാ സ്റ്റേറ്റിലും മർക്കസിന്റെ സ്ഥാപനങ്ങൾ ഇന്നുണ്ട്. കേട്ടാൽ ഭീതി തോന്നുന്ന ഗുജറാത്തിന്റെ ഭൂമിയിൽ 3 സ്കൂളുകളിലായി 5000-ഓളം വിദ്യാർത്ഥികളാണ് പഠിക്കുന്നത്. സ്കൂളിനോടൊപ്പം മദ്രസ പഠനം കിട്ടുന്ന ഒരു കേന്ദ്രം. അതേപ്രകാരം കശ്മീരില് 8 സ്കൂളുകൾ, 2 അനാഥാലയങ്ങൾ, നിരവധി മസ്ജിദുകൾ. ഇന്ത്യയുടെ തലസ്ഥാനമായ ഡൽഹിയുടെ പ്രാന്തങ്ങളിൽ 10-ലേറെ മസ്ജിദുകളും ആ മസ്ജിദുകളിലെല്ലാം പ്രാഥമിക പഠന കേന്ദ്രങ്ങളും മർക്കസിന് കീഴിൽ പണിതിട്ടുണ്ട്. ഉത്തർപ്രദേശിലെ നേപ്പാളിന്റെ തീരത്ത് ഫിലിബിറ്റ് എന്ന് പറയുന്ന പ്രദേശത്ത് 500 പെൺകുട്ടികൾ പഠിക്കുന്ന ഗേൾസ് ടെക്നിക്കൽ കോളേജ് മർക്കസിന്റെ വകയായി നടക്കുകയാണ്. നിരവധി ഹോസ്പിറ്റലുകളും ഡിസ്പെൻസറികളും ഒട്ടേറെ പ്രവർത്തനങ്ങൾ. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ മുസ്ലിങ്ങൾ സാമ്പത്തികമായി പിന്നാക്കം നിൽക്കുന്ന, വിദ്യാഭ്യാസപരമായി പിന്നാക്കം നിൽക്കുന്ന നമ്മുടെ നാട്ടിലേക്ക് ഊഴംകുത്തി ഒഴുകുന്ന തൊഴിലാളികളെ വെസ്റ്റ് ബംഗാളിലും മറ്റുള്ളവരെ നാം കണ്ടിട്ടുണ്ട്. ആ പ്രദേശത്ത് മർക്കസ് പ്രവർത്തനം തുടങ്ങിയിട്ട് 4-5 വർഷങ്ങളായി 120 സ്ഥലങ്ങളിൽ മസ്ജിദുകളും പ്രൈമറി എഡ്യൂക്കേഷൻ സെന്ററുകളും അതുപോലെ തന്നെ ശുചീകരണത്തിന് വേണ്ടിയുള്ള പ്രാഥമിക ശുചീകരണ കേന്ദ്രങ്ങൾ, സാനിറ്ററി സെന്ററുകൾ ഇതെല്ലാം മർക്കസിന്റെ കീഴിൽ ആരംഭിക്കുകയുണ്ടായി. ഇനി ഈ 300 സ്കൂളുകളിൽ നിന്ന് പുറത്തു വരുന്ന കുട്ടികൾ SSLC പാസ്സായി, CBSE +2 പാസ്സായി പുറത്തു വരുന്നവർക്ക് അവർക്കിതേ സാഹചര്യത്തിൽ ഇസ്ലാമിക സ്വഭാവത്തിൽ എഞ്ചിനീയറിംഗ് പഠിക്കണം, മെഡിക്കൽ പഠിക്കണം, ലോ പഠിക്കണം, മാനേജ്മെന്റ് പഠിക്കണം. അതിനിവിടെയാണ് അവർക്ക് സൗകര്യമുള്ളത്. ഈ ഒരു ചോദ്യത്തിന് മറുപടിയാണ് യഥാർത്ഥത്തിൽ മർക്കസ് നോളജ് സിറ്റി എന്ന് പറയുന്നത്. എഞ്ചിനീയറിംഗ് കോളേജിന് എഞ്ചിനീയർ പഠിക്കാൻ വേണ്ടി താല്പര്യപ്പെട്ട 40 വിദ്യാർത്ഥികളെ ഈ വർഷം മർക്കസിന്റെ കീഴിൽ ഇന്ത്യയിലെ ഒരു യൂണിവേഴ്സിറ്റിയുമായി ടൈപ്പ് ചെയ്തുകൊണ്ട് അവിടെ അഡ്മിഷൻ വാങ്ങിക്കൊടുത്തു. അങ്ങ് ഗുജറാത്തിൽ നിന്നൊരു കുട്ടി എഞ്ചിനീയറിംഗ് പഠിക്കാൻ വേണ്ടി വന്നു. അത് മർക്കസിന്റെ ടൈപ്പ് ചെയ്ത ഇൻസ്റ്റിറ്റ്യൂഷനുണ്ട് ട്രിവാൻഡ്രത്ത് എന്ന് പറഞ്ഞപ്പോ അദ്ദേഹം പറഞ്ഞു, എനിക്ക് ട്രിവാൻഡ്രത്ത് പോകണ്ട, എനിക്ക് മർക്കസിൽ പഠിക്കണം. അങ്ങനെ ഡിപ്ലോമ കോഴ്സാണ് മർക്കസിൽ, പോളിടെക്നിക് തലത്തിലുള്ള സിവിൽ കോഴ്സാണ് ഉള്ളതെന്ന് പറഞ്ഞ സമയത്ത് മർക്കസില് ആ കുട്ടിയെ ഡിപ്ലോമ മതി, എനിക്ക് മർക്കസിന്റെ മാഹൗലാണ്, മർക്കസിന്റെ ചുറ്റുപാടാണ് എനിക്ക് വേണ്ടത് എന്ന് പ്രത്യേകമായി പറഞ്ഞ് ഇവിടെ തന്നെ പഠിച്ചു. കാനഡയിൽ നിന്ന് വന്ന സഹോദരൻ ഇവിടെയുണ്ട്. അദ്ദേഹം കാനഡയിൽ നിന്ന് തന്റെ കുട്ടിയെയും കുടുംബത്തെയുമായാണ് വന്നത്. അദ്ദേഹം പറഞ്ഞു, എന്റെ കാനഡയിലും അമേരിക്കയിലും നല്ല ടെക്നോളജിയും സയൻസും വിദ്യാഭ്യാസവും എല്ലാം ഉണ്ട്. പക്ഷെ എന്റെ മക്കൾക്ക് അവർക്ക് ദീൻ പഠിക്കണ്ടേ, അവർക്ക് ആദർശം കീപ്പപ്പ് ചെയ്യണ്ടേ. എന്റെ സഹോദരനായ ഒരാൾ, ഹജ്ജ് ചെയ്ത ഒരാൾ, ഹജ്ജ് ചെയ്തവർ എന്ന് പറഞ്ഞാൽ ആ നാട്ടിൽ അപൂർവമാണ്. ബഹുമാനത്തോടെ അദ്ദേഹം പറയുക, ഹാജിയാരായ ഒരാൾ, അദ്ദേഹത്തിന്റെ മകൾ ഒരു സിഖുകാരന്റെ കൂടെ ഇറങ്ങിപ്പോയപ്പോ അദ്ദേഹത്തിന്റെ ജീവിതം തകർന്നുപോയി. ഞാനും ചിന്തിച്ചു, എന്റെ മക്കളുണ്ട്, ജ്യേഷ്ഠന്റെ മക്കളുണ്ട്, ഇവരെല്ലാം പഠിക്കണം, അവർക്ക് പക്ഷെ ഞാൻ പുറത്തുവിട്ടാൽ യൂറോപ്യൻ രാജ്യങ്ങളുടെ ഓസ്ട്രേലിയയിലും അമേരിക്കയിലും മറ്റ് UK-യിലും ഒക്കെയുള്ള സ്വഭാവം, പാപ്പയുടെ കൂടെ മക്കൾ പുറത്തിറങ്ങിയ ആൺകുട്ടികൾ അവർ ഗേൾഫ്രണ്ടിന്റെ കൂടെ പോയാൽ ഒന്നും വേണ്ടാൻ പാടില്ല, പെൺകുട്ടികൾ ബോയ് ഫ്രണ്ടിന്റെ കൂടെ പോയാൽ ഒന്നും പറയാൻ പാടില്ല, കണ്ണുരുട്ടാൻ പാടില്ല, ദേഷ്യപ്പെടാൻ പാടില്ല. അങ്ങനെ വല്ലതും പറഞ്ഞാൽ പോലീസ് പിടിച്ചുകൊണ്ട് പോകും. നമ്മൾ വായിച്ചിട്ടുണ്ട് പത്രത്തിൽ, ഒരു കുട്ടി വീട്ടിന്റെ മുറ്റത്ത് കളിച്ചുകൊണ്ടിരിക്കുമ്പോ പിതാവ് കാർ ഓടിച്ചു വരികയാണ്. എന്തോ വഴിയിൽ നിന്ന് കേട്ട വാർത്തയറിഞ്ഞ് അദ്ദേഹം വലിയ ശബ്ദമുണ്ടാക്കി ഓണടിച്ച് വീട്ടിലേക്ക് ഇടിച്ചു കയറിയപ്പോ കുട്ടികളുമൊത്ത് കളിച്ചുകൊണ്ടിരിക്കുന്ന ആ മുറ്റത്ത് കളിക്കുന്ന കുട്ടിയുടെ മനസ്സിന് ക്ഷതമേൽപ്പിച്ചു.
ആ കുട്ടികളെ അവർക്ക് സ്ട്രെസ് കൊടുക്കാൻ പാടില്ല, സ്ട്രെയിൻ ചെയ്യാൻ പാടില്ല, അവർക്ക് തേനൂട്ടി വാലൂട്ടി മാത്രമേ പറയാൻ പാടുള്ളൂ എന്ന് പറയുന്ന ആധുനിക മണ്ടൻ സൈക്കോളജിസ്റ്റുകളുടെ സിദ്ധാന്തമനുസരിച്ച് കുട്ടികൾ ഒരിക്കലും വാൺ ചെയ്യാൻ പാടില്ല എന്ന് പറയുന്നവർ. ആരംഭ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ അല്ലാഹു തആല അയച്ചിരിക്കുന്നത് ബശീറൻ വ നദീറ, വാൺ ചെയ്യേണ്ടിടത്ത് വാൺ ചെയ്യണം, സ്നേഹിക്കേണ്ടിടത്ത് സ്നേഹിക്കണം. അതിന് വിരുദ്ധമായ ആധുനിക മണ്ടൻ സൈക്കോളജി വെച്ചുകൊണ്ട് യൂറോപ്യൻ സംസ്കാരം പ്രചരിപ്പിക്കുന്ന ഒന്നും പറയരുതെന്ന. അതുകൊണ്ട് തന്നെ യാതൊരു രക്ഷയുമില്ല. യൂറോപ്പിൽ നിന്നും മറ്റ് അമേരിക്കൻ രാജ്യങ്ങളിൽ നിന്നുമെല്ലാം ആളുകൾ മടങ്ങി ഇന്ത്യയിൽ അഭയം തേടുകയാണ്. അവർ വരുന്നത് കേരളത്തിലേക്കാണ്. മർക്കസു സഖാഫത്ത് സുന്നിയെയും ഇവിടുത്തെ സമസ്ത പ്രസ്ഥാനത്തിന് കീഴിലുള്ള നമ്മുടെ സ്ഥാപനങ്ങളിലാണ് അവർ അഭയം തേടുന്നത്. അത്തരം ആളുകൾക്ക് വേണ്ടി, നമ്മുടെ സ്കൂളിൽ നിന്ന് പഠിച്ചു വളർന്ന വിദ്യാർത്ഥികൾക്ക് വേണ്ടി മാർക്കസ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് എഞ്ചിനീയറിംഗ്, മാർക്കസ് മെഡിക്കൽ സയൻസ് ആൻഡ് ഹെൽത്ത് സെന്റർ, അതേപ്രകാരം ലോ കോളേജ്, മാനേജ്മെന്റ് കോളേജ്, ഇങ്ങനെയുള്ള സ്ഥാപനങ്ങൾ ഉൾപ്പെടുന്ന സ്ഥാപനങ്ങളാണ് ഇൻഷാ അല്ലാഹ് നോളജ് സിറ്റിയിൽ വരാൻ പോകുന്നത്.